അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിലോട്ട് നമുക്കൊന്ന് പോവാം. പാർക്ക് ഗ്രാമപഞ്ചായത്ത്, പൂനെ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞത്, നമ്മൾ നോക്കിയപ്പോൾ. അപ്പോൾ പാർക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാണുന്ന വാഗോളി ബസ് സ്റ്റേഷനാണ്. ബസ് കിടക്കുന്നുണ്ട്. പൂനെയുടെ ബസ്സിൻ്റെ കളർ ഉണ്ട്, കറുപ്പ് വെള്ള. റെയിൻബോ ലിങ്ക്. പൂനെ ഗ്രാമപഞ്ചായത്തിൻ്റെ പാർക്കാണ്. വാ, കുട്ടികൾക്കുള്ള പാർക്കെന്നാണ് പറയുന്നത്. എങ്കിലും കുട്ടികൾ മാത്രം പാർക്കിൽ വരാറില്ലല്ലോ, കൊച്ചുങ്ങളോട് അച്ഛനും അമ്മയെ കാണുമല്ലോ. കൊള്ളാം, കണ്ടിട്ട് കൊള്ളാം, അടിപൊളി. കാണാനൊക്കെ നല്ല രസമുണ്ട്. നല്ല സ്പേസ് എന്നല്ല, നല്ല ഏരിയ ഉണ്ട്. നല്ല സ്പേസ് തന്നെ, നല്ല ഏരിയ ഉണ്ട്. ഒരുപാട് കുട്ടികൾക്കുള്ള കളിക്കോപ്പുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ എണ്ണ ഇതെന്താണെന്ന് അറിയത്തില്ല, പലയിടത്തും കണ്ടിട്ടുണ്ട്. തൂങ്ങി ഇങ്ങനെ കിടക്കേ, അടിപൊളി കേട്ടാ, കാണാൻ അടിപൊളിയാണ്. അടിപൊളി, അത് കൊള്ളാം. ആ മരങ്ങൾ തന്നെയാണ് ഇവിടെ കൂടുതൽ. എന്തായാലും നമുക്ക് എൻഡ് വരെ പോവാം. കുട്ടികൾക്കുള്ള റൈഡുകൾ തന്നെ കൂടുതലും, കുട്ടികൾക്കുള്ള റൈഡുകൾ. പിന്നെ അവിടെ ക്രിക്കറ്റും ബോൾ കളിക്കുന്നുണ്ട്. അതും കുട്ടികൾ തന്നെയാണല്ലോ. 15-18 വയസ്സാകുന്നതിന് മുമ്പ് പിള്ളേർ തന്നെയല്ലേ. നമുക്ക് വലിയ ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. യൂസ് മീ വേസ്റ്റ് ബോക്സ് കൊള്ളാം. നമ്മൾ പെൻഗിൻ്റെ മോഡലിൽ വേസ്റ്റ് ബോക്സൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. കറങ്ങി ഇങ്ങനെ കാണാം. ഇത് ഈ പാർക്ക് നമുക്ക് നടന്ന് കാണാൻ വേണ്ടി ഒരു നടപ്പാത തന്നെ ഉണ്ട്. ഈ നടപ്പാതയിൽ കൂടെ ഞാൻ നടക്കും. ആ അറ്റത്തുനിന്ന് ഞാൻ വന്നത്. പിന്നെ മൊത്തം ഈ കാണുന്ന മരം, ഇതിൻ്റെ പേരെനിക്കറിയാൻ വയ്യ എന്താണെന്നുള്ളത്. എന്തായാലും കൊള്ളാം, അടിപൊളി. പാർക്കിൻ്റെ ഒക്കെ അടിപൊളി. കറക്റ്റായിട്ട് വെള്ളം നനയ്ക്കുന്നുണ്ട് പാർക്കിനകത്ത്. അതുകൊണ്ട് ആ പുല്ല് കറക്റ്റായിട്ട് വളം നനയ്ക്കാൻ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ കറക്റ്റ് ചെയ്ത് ആ ചെടി കറക്റ്റ് ചെയ്ത് ക്രാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത് മധ്യത്ത് ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നു. ഇതിനകത്ത് ചെറിയ ഒരു ഓപ്പൺ ജിംനേഷ്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാം. അത് കൊള്ളാം, അത് അടിപൊളി തന്നെയാണ്. ഓപ്പൺ ജിംനേഷ്യം. ഇപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള ജിംനേഷ്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിനകത്ത് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ ഇത് കാണാറുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അത്യാവശ്യം നമുക്ക് ബോഡി ബിൽഡിങ്ങിനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഡംബൽസ്, മറ്റുള്ള വെയിറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളിൽ തന്നെ ഉള്ളൂ. ഇത് കൊള്ളാം. ഈ ഇതിൽ കയറി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം. അതാണ് ഇതിൻ്റെ മെത്തേഡെന്ന് പറയുന്നത്. കണ്ടാ, ഒരു കാല് 2 കാലും നിൽക്കണം. ഒന്ന് ബാക്കിലോട്ട് മുന്നോട്ട് പോകും. മെത്തേഡ് കൊള്ളാം. നല്ല അടിപൊളി ഐറ്റംസ്. ഇത് നമ്മൾ സൈക്ലിങ്ങാണ് ചവിട്ടുന്ന. അതാ സീറ്റ്, ഇത് പെഡല്. ഇത് കയറി കറക്റ്റായിട്ട് അതിൽ ചവിട്ടി കറക്കാൻ നമ്മൾ. കൊള്ളാം, അടിപൊളി. ഇത് വേറൊരു ഐറ്റംസാണ്. ഇതിൽ കയറി കൊള്ളാം. ഇതിൽ പെടൽ വെച്ച് ചവിട്ടാം. ഒരു കാലം അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാലം ബാക്കിലോട്ട് വരണം. അത് അടിപൊളിയാണ്.
അത്യാവശ്യം വേണ്ട ഒരു ഓപ്പൺ ജിംനേഷ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടേക്കുന്നത്. അടിപൊളിയാണ്. അവിടെ 2 പേരിയ്ക്കുകയാണ്. അവർ ലവേഴ്സ് എന്നാണ് തോന്നുന്നത്. അവരോട് ഇരിക്കട്ട് സെല്ലിങ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞില്ല കണ്ട ഇഷ്ടംപോലെ ഈ മരങ്ങളായിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത്. കാണാനൊരു പ്രകൃതിക്കൊരു ഭംഗി കൂട്ടുന്ന ഒരു ചെഴുമരം തന്നെയാണ് ഇത്. ഇതിൻ്റെ പേരെന്താണെന്നുള്ള ഇപ്പം പറയാം. വീണ്ടും നടപ്പാതെ കയറി ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ്. ചെറിയൊരു അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കേണ്ട സ്ഥലമുണ്ട്. നമുക്ക് തട്ടിക്കളിക്കാം. നാല് ചുറ്റും നടപ്പാതെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നടക്കാൻ സുഖമാണ്. പിന്നെ കൊച്ചുങ്ങൾക്കുള്ള കുറച്ച് റൈഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ആ റൈഡിൻ്റെ അടുത്തോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ആൽമരമാണ്. കൊച്ചുങ്ങൾക്കുള്ള റൈഡായി ഇവിടെ. കൊച്ചുങ്ങളെല്ലാം അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. ഊഞ്ഞാലുണ്ട്. മുകളിൽ കയറിയിട്ട് നിരങ്ങി ഇറങ്ങുന്ന ഒരു സാധനം. അടിപൊളി. ഇങ്ങനെ കയറി ഇറങ്ങി അവിടെ മുകളിൽ കയറിയിരിക്കുക. ഇവിടെ കറക്കേ കൊച്ചുങ്ങളെ വെച്ചിരുന്ന് കറക്കുന്നൊരു റൈഡായത്. കുട്ടികൾക്കുള്ള അടിപൊളി. കുട്ടികൾക്കുള്ള നല്ലൊരു പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ 4 ചുറ്റും കറങ്ങിക്കാണാൻ നേരത്തെ പറഞ്ഞ കാണാം. ഫുള്ള് ടയലിട്ടൊക്കെ ടയറല്ല തറയോട് ഉണ്ട. ഫുള്ള് തറയോടെ കറങ്ങി വീണ്ടും നമ്മൾ ആ കുട്ടികളെ റൈഡിൻ്റെ അടുത്ത് വരെ. ഊഞ്ഞാലൊക്കെ അടിപൊളിയായിട്ടാണ് രണ്ടുപേരുണ്ടായി. എന്ത് ഹാപ്പിയാണ് അവർ മനന്ന് ആലോചിക്കണം. അവർ അടിപൊളി. ഇതാ ഈ ഊഞ്ഞാലിൽ ഇറങ്ങി അടുത്ത ഊഞ്ഞാലിലോട്ട് പോകുന്നു.